നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരേയൊരു ഉത്തരമേ ഉള്ളൂ. എതിരാളികളെക്കാൾ കൂടുതൽ പോരാട്ടം സ്വന്തം പാളയത്തിനുള്ളിലാണ് നടക്കുന്നത്. അധികാരത്തിലെത്തുന്നതിന് മുൻപേ ആരാണ് മുഖ്യമന്ത്രി, ആർക്കാണ് ആഭ്യന്തരം, ആർക്കാണ് പാർട്ടി നിയന്ത്രണം, ആർക്കാണ് കൂടുതൽ സീറ്റുകൾ എന്ന കണക്കുകൂട്ടലിലാണ് പലപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ആദ്യം എന്റെ സ്ഥാനം ഉറപ്പിക്കട്ടെ, പിന്നെ മതി ജനങ്ങളുടെ കാര്യം എന്ന വിമർശനം സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അതിന് മറുപടി നൽകാൻ പോലും കഴിയാത്ത വിധം ആഭ്യന്തര ഭിന്നതകൾ പരസ്യമായ സംഭവങ്ങൾക്ക് വഴിമാറുകയാണ്. യുവാക്കൾക്ക് അവസരം ലഭിക്കുന്നില്ല, പുതിയ നേതൃത്വത്തെ വളരാൻ അനുവദിക്കുന്നില്ല, പഴയ തലമുറ സ്ഥാനമുറപ്പിക്കാനുള്ള മത്സരത്തിലാണെന്ന വിമർശനം വർഷങ്ങളായി കോൺഗ്രസിനുള്ളിൽ തന്നെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും അടഞ്ഞ മുറികളിൽ ഒതുങ്ങിയില്ല, പരസ്യ പ്രസ്താവനകളായി മാറി, ഗ്രൂപ്പ് പോരുകളായി മാറി. പാർട്ടിയുടെ പൊതുചിത്രത്തെ അത് ബാധിക്കുകയും ചെയ്തു. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ഉയർന്ന വിവാദങ്ങൾ ഇന്നും ജനങ്ങൾ മറന്നിട്ടില്ല. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നീ നേതാക്കളുടെ പേരുകളെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകളും ഗ്രൂപ്പ് നീക്കങ്ങളും കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നു. ഒടുവിൽ നേതൃത്വത്തിന്റെ ഇടപെടലും അണികളുടെ സമ്മർദ്ദവും നീണ്ട അനുനയ ചർച്ചകളും കഴിഞ്ഞാണ് കാര്യങ്ങൾ ഒത്തുതീർപ്പിലെത്തിയത്. എന്നാൽ പ്രശ്നങ്ങൾ അവസാനിച്ചോ? അതിനുള്ള ഉത്തരം ഇന്നത്തെ സംഭവ വികാസങ്ങൾ തന്നെയാണ് നൽകുന്നത്. പോലീസ് സംവിധാനത്തിനെതിരെ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. ജി. സുധാകരൻ MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. നഗരസഭയിൽ ജി. സുധാകരന് സ്വീകരണം നടക്കുമ്പോൾ LDF നേതൃത്വത്തിൽ പ്രതിഷേധിക്കുമെന്ന് നേരത്തെ വിവരം കിട്ടിയിട്ടും പോലീസ് അറിയിക്കാഞ്ഞതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാവ് അരിതാ ബാബുവിനോട് പോലീസ് അപമര്യാദയായി പെരുമാറി. ഇതു സംബന്ധിച്ച് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അരിതാ ബാബു പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്നും ആരോപണമുണ്ട്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനും രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന അതിക്രമത്തിലും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെയും പോലീസ് മാന്യമായല്ല പെരുമാറിയതെന്ന ആക്ഷേപവുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് NB പ്രവീൺ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് വിളിച്ച് പരാതി പറയുകയും ചെയ്തിരുന്നു. UDF അധികാരത്തിൽ വന്ന 2 മാസം കഴിഞ്ഞിട്ടും പോലീസ് സംവിധാനത്തിൽ മാറ്റം വരാത്തതാണ് കോൺഗ്രസ് പ്രവർത്തകരെ അലോസരപ്പെടുത്തുന്നത്. ജില്ലാ പോലീസ് മേധാവിയെയും DYSPയെയും മാറ്റിയെങ്കിലും CI-മാരെയും SI-മാരെയും ഇതുവരെയും മാറ്റിയിട്ടില്ല. ഇതാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി കിട്ടാത്തതിനു കാരണമെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. 10 വർഷമായി കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട അവഗണന മാറാൻ രമേശ് ചെന്നിത്തല കാര്യമായി ഇടപെടണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പോലീസിന് 10 കൊല്ലമായ ഹാങ് ഓവർ ഇപ്പോഴും ഉണ്ടെന്നും അവർ മാറി വരുന്നതേയുള്ളൂ എന്നും AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP തുറന്നു പറയുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് നേരിട്ട പോലീസിന്റെ നടപടിക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനമുണ്ടായത്. സമരം ചെയ്യുന്നവരോട് പോലീസ് കാണിക്കേണ്ട സമീപനത്തിൽ കൃത്യമായ മാറ്റം ഉണ്ടാകണം. അത് ഡൽഹിയിലായാലും കേരളത്തിലായാലും. ഒരു പെൺകുട്ടിയെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? യൂത്ത് കോൺഗ്രസ് നേതാവായ അരിതാ ബാബുവിനെ സമരത്തിനിടെ പോലീസ് വലിച്ചിഴച്ച നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തെ നേരിടുന്നതിനേക്കാൾ സ്വന്തം സഹപ്രവർത്തകരുടെ വിമർശനങ്ങളെയും വെല്ലുവിളികളെയും പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതെന്ന വിമർശനം ഇതോടെ വീണ്ടും ശക്തമാവുകയാണ്. അധികാരത്തിൽ വന്നാലും സമാധാനമില്ല, പ്രതിപക്ഷത്തിരുന്നാലും ഐക്യമില്ല എന്ന അവസ്ഥയിലാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പുറത്തുള്ള രാഷ്ട്രീയ എതിരാളികൾക്ക് ചെയ്യാൻ കഴിയാത്ത ക്ഷീണം പലപ്പോഴും സ്വന്തം പാളയത്തിൽ നിന്നാണ് കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ കേരള പോലീസിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്തെത്തുകയും വിമർശനങ്ങൾ കടുപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിവാദം ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ, അതോ കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും നേതൃത്വ പ്രതിസന്ധിയുടെയും മറ്റൊരു അധ്യായമാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷത്തെ നേരിടുന്നതിന് മുൻപ് സ്വന്തം പാളയത്തിലെ ഭിന്നതകൾക്ക് പരിഹാരം കാണേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നതെന്ന വിലയിരുത്തലുകൾക്കിടയിൽ ഈ പുതിയ വിവാദം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്.